മാതൃഭാഷയിൽ നൈപുണ്യശേഷി വികസന കോഴ്സുകളുമായി യുവ സംരംഭകർ. കോവിഡ് കാലത്ത് തുടങ്ങിയ അവോധ എന്ന കമ്പനിയിൽ ഫ്രീലാൻസേഴ്സ് ഉൾപ്പെടെ 1500ഓളം ജീവനക്കാരാണുള്ളത്. കോവിഡ് കാലത്തെ ഫലപ്രദമായി ഉപയോഗിച്ച് തന്റെ ആശയത്തെ വിജയകരമായി സംരംഭമാക്കി മാറ്റുകയാണ് ജോസഫ് ഇ ജോർജ് എന്ന 23-കാരൻ. കോവിഡ് കാലത്ത് വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ നേരിട്ടെത്തിയുള്ള പഠനം മുടങ്ങിയപ്പോൾ പകരം എന്തെന്ന ചിന്തയാണ് അവോധ എന്ന നൈപുണ്യശേഷി വികസന സംരംഭം. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എത്തിക്കൽ ഹാക്കിംഗ്, മെഡിക്കൽ കോഡിംഗ്, ഷെയർ ട്രേഡിംഗ് തുടങ്ങിയ 14 കോഴ്സുകളാണ് അവോധയുടെ സേവനങ്ങൾ. കാക്കനാട് ഇൻഫോ പാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ തുടക്കം കഴിഞ്ഞ ജൂൺ മാസത്തിലാണ്. പറവൂരിൽ തന്റെ വീട്ടിൽ 3 സുഹൃത്തുക്കളുമായി ജോസഫ് ആരംഭിച്ച കമ്പനിക്ക് ഇന്ന് ഫ്രീലാൻസേഴ്സ് ഉൾപ്പെടെ 1500ഓളം ജീവനക്കാരുണ്ട്. മാതൃഭാഷയിൽ അല്ലെങ്കിൽ പല പല ലാംഗ്വേജസ് വെർണാക്കുലറിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വരുവാണെങ്കിൽ, ഗ്ലോബൽ ബ്രാൻഡ്സ് ആവുകയാണെങ്കിൽ, ഗ്ലോബലി ലീഡിംഗ് ബ്രാൻഡ്സ് ആവുകയാണെങ്കിൽ, അത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ബിലീഫ് ഉണ്ട്. ആ ബ്രാൻഡ് മാക്സിമം അവോധയാക്കാൻ വേണ്ടിയാണ് ഞാനും ഞങ്ങളിവിടെ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നിലവിൽ മലയാളത്തിലും തമിഴിലും ചിട്ടപ്പെടുത്തിയ വിദഗ്ധ പരിശീലന ക്ലാസുകളാണ് അവോധയെ വ്യത്യസ്തമാക്കുന്നത്. 6 മാസത്തെ പരിശീലന കാലയളവ് പൂർത്തിയാക്കി ജോലി നേടിയതിനു ശേഷം കോഴ്സ് ഫീ പൂർണ്ണമായും നൽകിയാൽ മതിയെന്ന വാഗ്ദാനവും അവോധ നൽകുന്നു. പരിശീലന കാലയളവിൽ 25% ഫീസ് നൽകി പരിശീലനം പൂർത്തിയാക്കാം. 3 മാസം ഓൺലൈൻ കോഴ്സും 3 മാസം ഇന്റേൺഷിപ്പുമായാണ് കോഴ്സ് ക്രമീകരണം. ഇന്റേൺഷിപ്പും തുടർന്ന് ജോലി കണ്ടെത്തലുമെല്ലാം അവോധ പൂർത്തിയാക്കും. അവോധ തുടങ്ങി 3 മാസം കൊണ്ട് വിദ്യാർത്ഥികളുടെ എണ്ണം 1000-ആയി. പിന്നെ പടിപടിയായി വളർന്നു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ 150-ലേറെ പേർക്ക് നേരിട്ടും 1500ഓളം പേർക്ക് പരോക്ഷമായും തൊഴിൽ കൊടുക്കുന്നതിനും 30,000-ഓളം യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്തെന്ന് ജോസഫ് പറയുന്നു. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ കൂടാതെ കോയമ്പത്തൂരും ഓഫീസുണ്ട്. വൈകാതെ അവോധ ബംഗളൂരുവിലുമെത്തും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.